ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 2 ഡിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. താളും കൂട്ടാൻ, ഒരു നാടൻ ഐറ്റം അല്ലേ, ഓൾഡ് ഈസ് ഗോൾഡ് അല്ലേ. അപ്പോൾ നമുക്ക് താളും കൂട്ടാൻ ഉണ്ടാക്കാം. താളും കൂട്ടാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേമ്പിൻ്റെ തണ്ട് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കൂട്ടാൻ. അപ്പോൾ നമുക്ക് ആദ്യം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, എന്നിട്ട് ഞാൻ അടുത്ത ഡിഷിനെ കുറിച്ച് പറയാം. അതിനായിട്ട് ഞാനിതാ ചേമ്പിൻ്റെ തണ്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് ചേമ്പിൻ്റെ തണ്ട്. ഇത് ഇനി നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കണം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ദാ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിയാം. ഇത് ഞാൻ കുക്കറിലേക്കാണ് നേരിട്ട് അരിഞ്ഞിടുന്നത്. അപ്പോൾ അതാ നമ്മുടെ ചേമ്പിൻ്റെ തണ്ട് നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാ ഇതും. ഇനി ഇതിലേക്ക് ചേമ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു 500 ഗ്രാം ചേമ്പുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുള്ള ചേമ്പാണ്. ഇതൊന്ന് മുറിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നമ്മൾ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 വിസിൽ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഉപ്പൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഞാനിത് വെന്തതിന് ശേഷമാണ് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ചേമ്പിൻ്റെ താള് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അരപ്പുണ്ടാക്കാനും വേണ്ടി ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി,
ചുവന്നുള്ളി, നല്ല കാന്താരി മുളക്, പിന്നെ കുറച്ച് നല്ല ജീരകപ്പൊടി, 1 ടീസ്പൂൺ നല്ല ജീരകപ്പൊടിയാണിത്. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അധികം അരിയേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചാൽ മതിയാകും. അപ്പോൾ അതാ 5 വിസിൽ കഴിഞ്ഞ് നമ്മൾ കുക്കർ തുറന്നു നോക്കുകയാണ്. അപ്പോൾ അതാ താളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് ഉടച്ചു കൊടുക്കുന്നതാവും നന്നാവുക. ഇനി ഇത് നമുക്കൊന്ന് ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായി വരണം. അതാ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് മൂടി വെക്കാം നമുക്ക്. അപ്പോൾ അതാ നമ്മുടെ താളും കൂട്ടാൻ, ചേമ്പിൻ്റെ തണ്ട് കൊണ്ട് ഉണ്ടാക്കുന്ന കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഡിഷ് കാണാം. ഒരു 3 ഇൻഗ്രീഡിയൻറ്റ് ഈസി ഡെസേർട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ 3 ഇൻഗ്രീഡിയൻറ്റ് ഈസി ഡെസേർട്ട് ഉണ്ടാക്കാൻ നോക്കാം. ബോർബോൺ ഷോർട്സ് ഒന്നും നമുക്ക് പറയാത്തതിന് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് വിപ്പിംഗ് ക്രീം, 1 പാക്കറ്റ് ബോർബോൺ ബിസ്ക്കറ്റ്, കുറച്ച് ചെറീസ് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണിത്. ആദ്യം ഒരു ബീറ്റർ കൊണ്ട് നന്നായിട്ട് ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന സ്വീറ്റൻ്റെ വിപ്പിംഗ് ക്രീമാണ്. മധുരമില്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡോ പഞ്ചസാരയോ യൂസ് ചെയ്യാവുന്നതാണ്. ഹോം കുക്ക് മലബാർ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതാ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ബോർബോൺ ബിസ്ക്കറ്റ് നമുക്ക് പൊട്ടിക്കാം. ഇതിലൊരു 10 ബിസ്ക്കറ്റ് ഉണ്ട്. ഇനി ഇതിലെ ക്രീമും ബിസ്ക്കറ്റും സെപ്പറേറ്റ് ചെയ്യണം. ഈ ബിസ്ക്കറ്റിലെ ക്രീം ഞാൻ ഈ വിപ്പിംഗ് ക്രീമിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ ബിസ്ക്കറ്റിൻ്റെ ക്രീമും ബിസ്ക്കറ്റും ഞാൻ നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ വിപ്പിംഗ് ക്രീമും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഈ ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിച്ചെടുക്കാം നമുക്ക്. അതാ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിൽ ഇത് എങ്ങനെയാ സെറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഞാൻ ഷോർട്സ് ഒക്കെ റെഡിയാക്കുന്ന ഗ്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ഈ ബിസ്ക്കറ്റ് പൊടിച്ചതാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ വിപ്പിംഗ് ക്രീമും ബിസ്ക്കറ്റിൻ്റെ ക്രീമും ഉള്ള മിക്സ് ഒരു പൈപ്പിംഗ് ബാഗിലൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1/4 ഭാഗം നമ്മൾ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ചെറീസ് ഇതിൽ ഒരു ലെയറായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ വിപ്പിംഗ് ക്രീം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണല്ലോ അല്ലേ? വളരെ സിമ്പിളായിട്ട് ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് റെസിപ്പിയാണ്. സോ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.